നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊട്ടറ്റോ ചീസ് ബോളിന്റെ റെസിപ്പിയുമായിട്ടാണ്. പൊട്ടറ്റോ ലവേഴ്സിന് ഇത് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ഞാനിവിടെ ഒരു 2 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്ത പൊട്ടറ്റോ ആണ്. ബോയിൽ ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെഡർ ചീസാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് അല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചെഡർ ചീസാണ് ഇനി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതേപോലെ തന്നെ ബീറ്റ് ചെയ്ത മുട്ട. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കോൺഫ്ലോർ. ഇനി നമുക്ക് ഇതൊരു ബോൾ രൂപത്തിലാക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ബോൾസ് ആക്കിയ ശേഷം ഇതേപോലെ നടുക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. മോസറല്ല ചീസോ ചെഡർ ചീസോ ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ചീസ് വെച്ച ശേഷം ഒന്നുകൂടെ ഒന്ന് ബോളാക്കാം. ഇനി നമുക്കിത് ഈ കോൺഫ്ലോറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ ബോൾ നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ കുറച്ച് ഇരുന്ന് കഴിയുമ്പം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് വരും. ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. എല്ലായിടത്തും ആകുന്നത് വരെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ബൗള് നമുക്ക് ഒന്നുകൂടെ എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം. ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ ചീസ് ബോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഓരോരോ ബോൾസ് ആയിട്ട് ഇട്ടിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്യാം. നമ്മുടെ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചീസ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോടെ തന്നെ സോസിലും അതേപോലെ മയോണൈസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാർ ചെയ്തെടുക്കാം. അധികം സമയമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. താങ്ക്